ഇന്ത്യയിലെ ജൈനരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ശ്രാവണബെളഗോളയിലുള്ള ഇന്ദ്രഗിരിയും ചന്ദ്രഗിരിയും. മുകളിലേക്കുള്ള പടികൾ കയറുന്നതിനു മുമ്പായി തന്നെ താഴെയുള്ള കേന്ദ്രത്തിൽ പാദരക്ഷകൾ അഴിച്ചുവെച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെ മാറിയാണ് റോഡിനിരുവശത്തുമായി ഈ 2 കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പുറംതിരിഞ്ഞു നോക്കിയപ്പോൾ ഇന്ദ്രഗിരിയുടെ മനോഹരമായ കാഴ്ച, താഴെ കല്യാണി എന്ന പേരിൽ അറിയപ്പെടുന്ന ചിറയും. പടവുകൾ കഴിഞ്ഞപ്പോൾ ഏകദേശം സമതലമായ ഒരു പ്രദേശം. നേരെ നയിക്കുന്നത് ഒരു പ്രവേശന കവാടത്തിലേക്കാണ്. കവാടം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ ഉടൻ കാണുന്നത് ബ്രഹ്മദേവ സ്തംഭമാണ്. കോട്ട പോലെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചുറ്റുമതിലിനകത്തായിട്ടാണ് നിർമ്മിതികൾ. ടൂറിസ്റ്റുകളായി 1-2 പേർ മാത്രം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എന്നിവ നിരോധിച്ചതായി ബോർഡ് വച്ചിരിക്കുന്നു. ഇതിൽ പ്രധാനമായതാണ് പാർശ്വനാഥ ബസ്തി. ഇതിന് മുന്നിൽ തന്നെ ഒരു വലിയ ദീപസ്തംഭം സ്ഥാപിച്ചിരിക്കുന്നു. ചുറ്റുമതിലിനോട് ചേർന്ന നടപ്പാതയിലൂടെ മുന്നോട്ട് നടന്നു. അനേകം ബസ്തികൾ ഒരേപോലെ നിർമ്മിച്ചത് നിരനിരയായി കണ്ടു. ഒഴിഞ്ഞ പാറപ്പുറങ്ങളിലെല്ലാം തന്നെ ഗ്ലാസ് കൊണ്ട് മൂടി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന അനേകം ശിലാലിഖിതങ്ങൾ കാണാം. ഇവ പഴയ കർണാടക ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. ബസ്തിക്കുള്ളിൽ കറുത്ത ശിലയിലുള്ള ദിഗംബരൻ്റെ പ്രതിമയാണ്. ഫോട്ടോ പകർത്തുന്നത് മര്യാദാ ലംഘനമായിരിക്കുമെന്ന് കരുതി അതിന് മുതിർന്നില്ല. പുറത്തേക്ക് കടക്കുമ്പോൾ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. വളരെ വിശാലമായ കല്ലിൽ പണിത അങ്കണം. കവാടത്തിലുള്ള കൗണ്ടറിൽ സംഭാവനയും നൽകി പുറത്തേക്ക് കടന്നു. അല്പം അകലെയായി ഉയരത്തിലായി കാണുന്നത് ഭദ്രബാഹുവിൻ്റെ ഗുഹയാണ്. സ്വാമിയുടെ പാദമുദ്രകളാണ് ഇതിനകത്തുള്ളത്. ഗുഹയുടെ ഏകാന്തതയിൽ അല്പസമയം വിശ്രമിച്ച ശേഷം തിരിച്ച് യാത്ര തുടങ്ങി. പടികളിറങ്ങുമ്പോൾ വലതുവശത്തേക്ക് വീണ്ടും ഒരു വഴി കണ്ടു. തുടർന്ന് നടന്നപ്പോൾ അവിടെയും പാറപ്പുറത്തായി ഒരു പാദമുദ്ര ദൃഷ്ടിയിൽപ്പെട്ടു. മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന ചന്ദ്രഗുപ്തൻ തൻ്റെ സർവാധികാരങ്ങളും ഭൗതിക സുഖങ്ങളും പരിത്യജിച്ച് ആത്മീയ ഗുരുവായ ഭഗവാൻ ഭദ്രബാഹുസ്വാമിയുമായി ഇവിടെ എത്തിച്ചേരുകയാണുണ്ടായത്. ചന്ദ്രഗുപ്തൻ്റെ അവസാന കാലവും ഈ പർവ്വതത്തിന് മുകളിലായിരുന്നു. അതേ തുടർന്നാണ് ഈ പർവ്വതത്തിന് ചന്ദ്രഗിരി എന്ന പേര് വന്നത്. പ്രധാന കവാടത്തിലൂടെ റോട്ടിലേക്ക് കടന്നു. ഇടതുവശം ചേർന്ന് അല്പം നടന്നു വേണം ഇന്ദ്രഗിരിയുടെ കവാടത്തിലേക്കെത്താൻ. പാറയിൽ കൊത്തിവെച്ച 641 പടവുകൾ കയറി വേണം മുകളിലെത്താൻ. അഖണ്ഡഭാഗിലു കവാടത്തിന് മുകളിലായി ലക്ഷ്മി ദേവിയുടെ പ്രതിമ. ഇരുവശത്തുമായി ആനകൾ. കാഴ്ചയിൽ മനോഹരമായ ഒരു കൊത്തുപണി. ഇരുവശത്തുമായി ബസ്തികൾ. ഒന്നിൽ ഗോമടേശ്വരൻ അല്ലെങ്കിൽ ബാഹുബലി, അടുത്തതിൽ ഭരതൻ. പടവുകൾ ഇനിയും ബാക്കിയിരിക്കുന്നു. പ്രായമായവർക്കും ആവശ്യരായവർക്കും മുകളിലേക്ക് കയറുന്നതിനു വേണ്ടി ഡോളിയുടെ സഹായം ആശ്രയിക്കാവുന്നതാണ്. വളരെ ഭീമാകാരമായി വെട്ടിയെടുത്തിരിക്കുന്ന പാറക്കല്ലുകൾ. ഇവ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇത്തരം ബസ്തികളുടെ പിന്നിലുള്ള പ്രവർത്തനം എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഒരു വശത്തുകൂടെ വീണ്ടും മുകളിലേക്ക് നടന്നു. മുന്നിലായി ഉയരത്തിൽ കോട്ട പോലെ കെട്ടിയുയർത്തിയ ഒരു നിർമ്മിതി കാണാം. എന്നാൽ ഭീമാകാരമായ ബാഹുബലി പ്രതിമ ഇതുവരെ കാണാൻ തുടങ്ങിയിട്ടില്ല. സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം അകത്തു കടന്നു. മതിൽക്കെട്ടിനുള്ളിലൂടെ ചുറ്റി നടന്നു വേണം ബാഹുബലി പ്രതിമയുടെ മുന്നിലേക്കെത്താൻ. മുന്നിലേക്ക് പ്രവേശിക്കുന്നിടത്ത് വീണ്ടും ഒരു കവാടമാണ്. നടുത്തളത്തിൽ ധ്യാനനിരതനായി നിൽക്കുന്ന ബാഹുബലിയുടെ പ്രതിമ. സർവസംഘ പരിത്യാഗിയായി നിൽക്കുന്ന നിസ്സംഗനായ ഭാവം. 58 അടി 8 ഇഞ്ച് ഉയരമുള്ള ബാഹുബലി പ്രതിമ ഒറ്റക്കല്ലിൽ തീർത്ത ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രതിമയായി അറിയപ്പെടുന്നു. ബാഹുബലി പ്രതിമയുടെ
ഇടതും വലതും പിൻവശത്തുമായി തീർത്ഥങ്കരുടെയെല്ലാം പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 24ാമത് തീർത്ഥങ്കരനായ ശ്രീബുദ്ധൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന വർദ്ധമാന മഹാവീരനാണ് ജൈനമതത്തിന് ഒരു ശരിയായ അടിത്തറ പാകിയത്. 4 മുതൽ 10 നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ജൈനമതം കൂടുതൽ പ്രചാരം നേടിയത്. ആദ്യ തീർത്ഥങ്കരനായ ഋഷഭദേവ് 85,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതായാണ് വിശ്വസിച്ചു പോരുന്നത്. 22ാമത് തീർത്ഥങ്കരനായ നെമിനാഥ ശ്രീകൃഷ്ണൻ്റെ കസിനായി അറിയപ്പെടുന്നു. അരിസ്തനേമി എന്ന ശില്പിയാണ് ബാഹുബലി പ്രതിമ കല്ലിൽ പണിതീർത്തത്. 2 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ പ്രതിമ 981 വർഷത്തിലാണ് സ്ഥാപിച്ചത്. ഗംഗ വംശരാജാവിൻ്റെ ശക്തനായ മന്ത്രിയായ ചാമുണ്ഡരായ ആണ് ഈ പ്രതിമ സ്ഥാപിച്ചത്. ഋഷഭദേവ് ചക്രവർത്തി രാജ്യഭാരം മക്കൾക്കായി വിട്ടുകൊടുത്ത് സർവസംഘ പരിത്യാഗിയായി തൻ്റെ ആത്മീയ ഗുരുവിനോടൊപ്പം നാടുവിടുകയാണുണ്ടായത്. അറിയപ്പെടുന്ന 24 തീർത്ഥങ്കരിൽ ഏറ്റവും ആദ്യത്തേത് ഋഷഭദേവ് ആയിരുന്നു. ആദിനാഥ് എന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. തിരിച്ച് പടവുകളിറങ്ങുമ്പോഴേക്കും കാലിൻ്റെ മസിലുകൾക്ക് അല്പം വേദന അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. കല്യാണിച്ചിറയുടെ ഇടതുവശത്തു കൂടെ അല്പം നടന്നാൽ KSRTC ബസ് സ്റ്റാൻഡ്.